ഹായ് എവ്രി വൺ, ഐ എം വിനയൻ ഗുരുക്കൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ബിസിനസ് അസ്ട്രോളജി ആയി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ചില ലഗ്നത്തിൽപ്പെട്ടവർ ബിസിനസ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം. ഇന്ന് അതിലൊരു പ്രത്യേക ലഗ്നം നമുക്ക് പരിഗണിക്കാം. എന്തുകൊണ്ടാണ് എന്നും നമുക്ക് നോക്കാം. ഓരോരോ ലഗ്നത്തിനും ആ ലഗ്ന രാശി ഏതാണോ അതിന്റെ പ്രത്യേകതകൾ ഉണ്ടാകും. ലഗ്ന രാശിയും ലഗ്ന അധിപന്റെയും പ്രത്യേകതകൾ ഉണ്ടാകും. അപ്പോ നമ്മൾ കാലപുരുഷനെ എടുക്കുമ്പോൾ, അതായത് രാശിചക്രം കാലപുരുഷ തത്വത്തില് ഇപ്പൊ മേഷരാശിയാണെങ്കിൽ അതിന്റെ അധിപൻ ചൊവ്വ, വൃഷഭമാണെങ്കിൽ ശുക്രൻ, നിങ്ങൾക്കറിയാം, ഇതെല്ലാം അറിയാം. ബുധൻ, ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശുക്രൻ, സെവ്വായ്, ഗുരു, ശനി, ഗുരു. അപ്പോ ഇത് അധിപരാണ്. ഓരോ രാശിയുടെയും പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മത്സ്യഘടി, നിർമിഥുനം, സഗതം, സവീണം, ചാപി, നരോശ, ജഘനോ. ഈ പ്രമാണം നിങ്ങൾ ഓർത്താൽ മതി. ഞാൻ മുന്നേ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ കാലപുരുഷന്റെ ഒന്നാം ഭാവമായ മേഷം ആണല്ലോ. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു ലഗ്നത്തെ പറ്റിയാണ്. ബിസിനസ് നമ്മൾ കണക്കാക്കുന്നത് 10ാം ഭാവം, 10th ഹൗസ് കൊണ്ടാണ്. 10ാം ഭാവം, 10ാം ഭാവാധിപൻ, 10ാം ഭാവത്തിൽ നിന്ന ഗ്രഹം, 10ാം ഭാവത്തിലേക്ക് നോക്കിയ ഗ്രഹം, ഇതൊക്കെ കൊണ്ടാണ് ബിസിനസിന്റെ വളർച്ച, ലാഭം ഇവ നോക്കുന്നത്. ആ ദശാബുദ്ധിയൊക്കെ കണക്ട് ആവുകയും വേണം. അപ്പൊ നമ്മളുടെ ജാതകത്തില് ഒറ്റയടിക്ക് നോക്കുമ്പോൾ 10ാം ഭാവം പോസിറ്റീവ് ആയിട്ട് ഇരുന്നാൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് എങ്കിലും ഉണ്ടാകും. ആ ദശ വരുമ്പോൾ അത് വർക്ക് ആവുകയും ചെയ്യും. അപ്പോ ഇവിടെ ഞാൻ പറയാൻ പോണ സത്യാചാര്യൻ കൃത്യമായിട്ട് അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു പ്രമാണത്തിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കുംഭലഗ്നത്തെ പറ്റി തന്നെയാണ് പറഞ്ഞേക്കണത്. കുംഭലഗ്നക്കാര് ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കുംഭലഗ്നക്കാര് ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 3 കാരണങ്ങളാണ്. കാലപുരുഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സൊസൈറ്റി നമ്മളെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതിനെ തൽക്കാലം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ പറഞ്ഞു. ഇതല്ലാതെ കുറെ തത്വങ്ങൾ ഉള്ളിലുണ്ട്, അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. സൊസൈറ്റി അനുകൂലമാണോ പ്രതികൂലമാണോ, സമൂഹത്തിലുള്ള ആളുകൾ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കാം. കുംഭലഗ്നത്തിന് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ 10ാം ഭാവം, കുംഭലഗ്നത്തിൽ ജനിച്ചവരുടെ 10ാം ഭാവം വൃശ്ചിക ലഗ്നമായിട്ട് വരും. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കുംഭലഗ്നക്കാർക്ക് 10ാം ഭാവം വൃശ്ചിക ലഗ്നമായിട്ട് വരും. ഞാൻ ഇവിടെ രാശി ഭാവം മാത്രം പരിഗണിക്കുന്നത്. 10ാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു, 10ാം ഭാവത്തിൽ ആര് നിൽക്കുന്നു, ആര് നോക്കുന്നു, ഇതൊന്നും പരിഗണിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഒറ്റയടിക്ക് പറയാണ്. അങ്ങനെയാണെങ്കിൽ 10ാം ഭാവം കാലപുരുഷന്റെ 8th ഹൗസ് ആണ്. കാലപുരുഷൻ എന്ന് പറഞ്ഞ മേഷം മുതലാണ് 1, 2, 3, 4, 5, 6, 7, 8. അപ്പോ ഇവിടുത്തെ കണക്ഷൻ 10-8 കണക്ഷനാണ്. അപ്പൊ കാലപുരുഷന്റെ 8ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകള് നമ്മളെ നോക്കിക്കാണുന്നത് ഒരു നെഗറ്റീവ് ആംഗിളിലായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. നമ്മള് പബ്ലിക്കിൽ നിന്ന് വളരെ അധികം രഹസ്യങ്ങൾ മറച്ചു വെക്കണം. 8ാം ഭാവത്തിന്റെ പ്രത്യേകത, രഹസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറച്ചു വെക്കണം, ഒതുങ്ങി നിൽക്കണം. നമ്മൾ പബ്ലിക്കലി വളരെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ പ്രൊഫഷൻ, ഇതൊക്കെ ആളുകൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് കാലപുരുഷന്റെ 8ാം ഭാവത്തെ പറ്റി പറയുന്നത്.
എന്നാൽ കുംഭരാശിക്കാരന്റെ 10ാം ഭാവമായിട്ട് ഇത് വരുമ്പോ ഇവര് ബിസിനസ് ചെയ്യുമ്പോൾ എന്തായാലും അഡ്വർടൈസ്മെന്റ്സും നല്ല രീതിയിൽ PR വർക്കുകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അത് നേരെ വൃശ്ചികത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തന്നെ തുറന്നു കാണിക്കേണ്ടി വരും. അപ്പൊ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ പറ്റാത്ത ഒരു ഭാവമായിട്ടുള്ള ഇത്, അല്ലാതെ തന്നെ പറഞ്ഞാല്, ചുരുക്കി പറഞ്ഞാൽ കടം, നോയ്, വഴക്ക് എന്ന 6ാം ഭാവത്തിന്റെ ഉപരിനിലയായിട്ടുള്ള അമിതമായ കടം, രോഗം, അപകടം, ദൗർഭാഗ്യങ്ങള്, മറ്റുള്ള ആളുകള് ദുഷിക്കുക, അപകീർത്തി വരുത്തുക, ഈ ഭാവമാണ് 8ാം ഭാവം. അപ്പൊ നമ്മളെ തൊഴിലിന് നേരെ ആളുകൾ കുറ്റം പറയുക, അപകീർത്തിപ്പെടുത്തുക, ഇതിനൊക്കെയുള്ള സാധ്യത വരും. കടം കൊടുത്താൽ കടം കിട്ടാതായി വരിക, സ്റ്റോക്ക് കൂടുതൽ മേടിച്ചു വെച്ചാലേ, ഒതുക്കി വെച്ചാൽ ഒതുങ്ങിയിരിക്കുന്ന അർത്ഥം, കൂടുതൽ സ്റ്റോക്ക് മേടിച്ചു വെച്ചാൽ സെല്ലാവാത്ത അവസ്ഥ, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യത വരും. ഈ ഒരു റൂള് മാത്രമല്ല ഇവിടെ വരുന്നത്. അടുത്ത റൂള് നോക്കാം. കാലപുരുഷന്റെ 10ാം ഭാവം ഏതാ? കാലപുരുഷന്റെ 10ാം ഭാവം എന്ന് പറയുന്നത് മകരരാശി. മകരരാശിയാണ് കാലപുരുഷന്റെ 10ാം ഭാവം. അത് കുംഭലഗ്നക്കാർക്ക് 12ാം ഭാവമായിട്ട് വരും. കുംഭലഗ്നക്കാർക്ക് 12ാം ഭാവം. അപ്പൊ കാലപുരുഷൻ, അതായത് സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ബിസിനസ്സുകള്, ഡെവലപ്മെന്റുകള്, പബ്ലിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഇതൊക്കെ ചെയ്യേണ്ട ഭാവം മകരമാണ്. അതായത് സമൂഹത്തിന് ആവശ്യമുള്ള, സമൂഹത്തിന് വേണ്ടുന്ന ബിസിനസ്സുകൾ, അത് കുംഭം ലഗ്നത്തിന് 12 ആയിട്ട് വരും. അതായത് 12 എന്നുള്ള വ്യയസ്ഥാനം, ദൗർഭാഗ്യസ്ഥാനം, വ്യയസ്ഥാനം, ആശുപത്രി ചെലവുകള്, കടമേറി, ജപ്തി വരിക, ഇതൊക്കെ സ്ഥലം വിട്ട് പോകേണ്ടി വരിക, ഇതൊക്കെ 12ാം ഭാവത്തിൽപ്പെട്ടതാണ്. അപ്പോ വീണ്ടും ബിസിനസ് ചെയ്ത് കഴിഞ്ഞാല് നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരിക, ജപ്തി വരിക, അമിതമായി ചെലവുകൾ വരിക, ദുർവ്യയങ്ങൾ വരിക, ഇതൊക്കെ കാരണം. അപ്പൊ ഇത് 2ാമത്തെ റൂള്. കാലപുരുഷന്റെ 10ാം ഭാവം ഇവർക്ക് 12ാം ഭാവമായിട്ട് വന്നിട്ടുണ്ട്. ഇന്റർ കണക്ഷൻ ആണ് കേട്ടോ പറയണത്. നമ്മൾ പൊരുത്തം നോക്കുമ്പോഴും ഇത് നോക്കണം. ഇത് ബിസിനസ്സുമായിട്ട് പൊരുത്തുവോ എന്നുള്ളതാണ് ഇത് നോക്കിയത്. ഗ്രഹങ്ങളെ വെച്ചിട്ടല്ല, കാലപുരുഷ അർത്ഥം വെച്ചിട്ടാണ്. പക്ഷെ ഇത് വർക്കിംഗ് ആണ്. ഇതും കൂടി നോക്കണം എന്ന് പറഞ്ഞാൽ കുംഭം ലഗ്നക്കാര് തൊഴിൽ ചെയ്യാൻ പോകുമ്പോൾ ഇതും കൂടി നോക്കണം. അടുത്ത സംഭവം എന്താണെന്നറിയാവോ? ഈ കുംഭം ലഗ്നം കാലപുരുഷന്റെ ബാധാസ്ഥാനമാണ്. കാലപുരുഷന്റെ ബാധാസ്ഥാനമാണ്. ആരൂഢരാശോ ചര ആയ രാശോ സ്ഥിരേതുബാധ നവമേ വിചിന്യം. സ്ഥിരരാശികൾക്ക് അതിന്റെ 9ാം ഭാവം. ആരൂഢരാശോ ചര ആയ രാശോ, ചരരാശികൾക്ക് 11ാം ഭാവമാണ്. അപ്പൊ ചരരാശിയായ മേഷത്തിന്റെ ബാധാസ്ഥാനമാണ് കുംഭം. അതായത് സൊസൈറ്റിക്ക് ബാധിപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ആളുകൾ ഒരു സംശയത്തോടു കൂടി വീക്ഷിക്കുന്ന ഒരു സ്ഥാനമാണിത്. എന്നാ ഈ കുംഭലഗ്നക്കാർ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആളുകൾ ഇതിനെ സംശയത്തോടു കൂടി വീക്ഷിക്കും. ഇവൻ ഈ ബിസിനസ് ചെയ്താൽ ഞങ്ങൾക്ക് വല്ല കുഴപ്പം വരുമോ എന്ന കൊള്ള ചിന്ത ആളുകൾക്ക് വരാനും സാധ്യത വരും. അതുകൊണ്ട് കുംഭം ലഗ്നക്കാരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ജാതകം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നോക്കുക. സക്സസ്ഫുൾ ആയിട്ടാണ് പോണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും തട്ടുകേടുകളൊക്കെ വരുന്നുണ്ട്, കടം കൊടുത്തിട്ട്, ക്രെഡിറ്റ് കൊടുത്തിട്ടേ വേണ്ട വിധത്തിൽ അത് തിരിച്ചു കിട്ടുന്നില്ല, സ്റ്റോക്കുകളെ ക്ലിയർ ആവുന്നില്ല, ലീഡുകളെ വരുന്നില്ല വേണ്ട വിധത്തില്, ക്ലോസിങ് നടക്കുന്നില്ല, ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. 10ാം ഭാവം ഗ്രഹസ്ഥാനം കൊണ്ട് ബലമുണ്ടോ, ഗ്രഹദൃഷ്ടി കൊണ്ട് ബലമുണ്ടോ, ഗ്രഹപരിവർത്തന കൊണ്ട് ബലമുണ്ടോ, ഭാവം കൊണ്ട് ബലമുണ്ടോ എന്നൊക്കെ വളരെ ഷാർപ്പായിട്ട് ചിന്തിച്ച് ഇപ്പോഴത്തെ സമയം അനുകൂലമാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട്
നോക്കാം. അപ്പോ ഈ ലഗ്നം കുംഭലഗ്നക്കാർ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങളുടെ കുംഭമാണോ എന്ന് നോക്കുക. ഒരു തൊഴിലിൽ ഏർപ്പെടുമ്പോ പോലും, ജോലിയിൽ ഏർപ്പെടുമ്പോ പോലും ഇതിന് കുഴപ്പങ്ങൾ വരും. കുംഭലഗ്നം ആ കുഴപ്പം വരാത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിസർച്ചുകൾ ചെയ്യുക, ഇൻവെൻഷൻസ് ചെയ്യുക, പൈസ ഇറക്കാതെ ഉള്ള ഇടപാടുകൾ നടത്തുക, ഇതൊക്കെ പറ്റും. പണം ഇറക്കി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇനിയും ഒരു ലഗ്നം കൂടിയുണ്ട് ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ.